ഹലോ ഗൈസ്, ഇപ്പോൾ ലൈവിൽ ഇപ്പം നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഗൈസ്. അപ്പോൾ ഈ ആദിലയോട് ആദിലെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ആദില ഈ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. ആദിലയോട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാലും ആദില പറയും, ഞാൻ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. മിക്കവാറും കഷ്ടകാലത്തിന് ഈ ആദിലയും അനീഷും ഒരേ ടീമിൽ തന്നെയാണ് ഈ ക്യാപ്റ്റന്മാർ പിടിച്ചിടുന്നത്. ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയിൽ പാത്രം കഴുകുന്ന ആ ഒരു ടീമിൽ അനീഷായിരുന്നു ക്യാപ്റ്റൻ. അന്നും വലിയ പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല, കാരണം ഫ്ലോർ ടീമിലെ ക്യാപ്റ്റൻ ആദിലയായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷുമായിട്ട് പ്രശ്നം ഉണ്ടായില്ല. അനീഷ് പറയുന്നതൊക്കെ കൃത്യമായിട്ട് അങ്ങ് വേഗത്തിൽ ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യവും അനീഷ് ക്യാപ്റ്റനായ വെസൽ ടീമിലാണ് ആദില വന്നിരിക്കുന്നത്. ആദിലെടുത്ത് ഈ പാത്രം കഴുകാനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആദിലയ്ക്ക് കുരു പൊട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അനീഷ് ഏത് തരത്തിലും അനീഷിനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഈ ആദില നൂറ ലെസ്ബിയൻ ആൾക്കാരുടെ ഒരു തൊഴിൽ തന്നെ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ അനീഷിനെ ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു റിയാസ് വന്ന് പറഞ്ഞതിന് ശേഷം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അനീഷിനെയാണ് ടാർഗറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ബാക്കി വേറെ ആൾക്കാരോടൊന്നും ഒരു പ്രോബ്ലം കാണിക്കില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഹൗസ് മേറ്റ്സ് ഒന്നും ഈ ആദിലയോ നൂറയോട് ചൂടാവുകയോ അവരെ എഗൻസ്റ്റായിട്ട് സംസാരിക്കുകയൊന്നും ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നേ ഇല്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുക, കാരണം ഇവർ എന്തെങ്കിലും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൻസിറ്റീവ് അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ഭയം കാരണം ഈ ഹൗസ് മേറ്റ്സ് കൂടുതലും ഇവരെ ഒന്നും പറയുന്ന ഒരു സ്റ്റേജിലില്ല. അപ്പം ഇന്നിപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ രാവിലെ ഇത് കഴിച്ചിട്ട് 2 മണിക്കൂറായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2-3 പാത്രമേ ഉള്ളൂ. കുറച്ച് പാത്രം അവർ ഓൾറെഡി കഴുകി വെച്ചു ജിഷിൻ. അതിനുശേഷം ബാക്കിയുള്ള പാത്രം ഈ രാവിലെ ഒന്നാമത്തെ കാര്യം ഓൾട്ടർനേറ്റീവ് ആയിരുന്നു. ബസലിൻ്റെ ഒരു ടീമിനെ ബേസ് ചെയ്ത് പറഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ കഴുകുന്നവർ നാളെ ഉച്ചയ്ക്ക് കഴുകണം. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയും ഇതുപോലെ ആദില സമ്മതിച്ചില്ല. ആദില പറഞ്ഞു എനിക്ക് ഉച്ചക്കത്തെ പാത്രം കഴുകാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ. രാവിലെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു പാത്രം, ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പാത്രം, ഒരു ചായ ഇടുന്ന പാത്രം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവത്തുള്ളൂ. 1-2-3 പാത്രങ്ങളെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഉച്ചയ്ക്കെന്ന് പറയുന്നത് ഫുഡുകൾ ഉണ്ടാക്കുന്നത്, മാറ്റി വെക്കുന്നത്, എടുക്കുന്നത് ഒക്കെ ഇഷ്ടംമാതിരി പാത്രങ്ങൾ, സ്പൂണുകൾ ഉണ്ടാവും, ഗ്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആദില രാവിലത്തെ പാത്രം കഴുകത്തോളം പറഞ്ഞ് ഷട്ടിച്ചു. അനീഷ് അത് പിന്നെ അംഗീകരിച്ചു കൊടുത്തു. കാരണം ഒരു തരത്തിലും ആദില പണി ചെയ്യത്തില്ല. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറേ നേരമായിട്ടും പാത്രങ്ങൾ കഴുകായിരുന്നപ്പോൾ അനീഷ് ചെന്ന് പറഞ്ഞു ആദില പാത്രം കഴുകാതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം 5-6 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിഷിൻ വന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നീ മാറുന്നില്ല, അതിലെ കഴുകിക്കോളും. അപ്പം അനീഷ് പോയിട്ട് അനീഷിൻ്റെ കട്ടിലെ പോയിരുന്നിട്ട് പറഞ്ഞു അതിലെ പോയി പാത്രം കഴുകുക, കാരണം ഒരുപാട് നേരം ഈച്ചകൾ വരുന്നു. ഇത് ക്യാമറയിൽ നമ്മളെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. ഈ പാത്രം കഴുകാതെ അവിടെ കിടക്കുന്നത് കിച്ചണാണ്. കഴുകുന്ന പാത്രങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മാക്സിമം എത്രയും വേഗം കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അത് ബിഗ് ബോസ് സൂമിൽ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും അനീഷിനെ കുറ്റം പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കാരണം ഞാൻ ഇപ്പം നടന്ന സംഭവമാണ്. പക്ഷേ അതിനകത്ത് കുറ്റം എന്ന് പറഞ്ഞാൽ അനീഷ് ഒരു വെസലിൻ്റെ ക്യാപ്റ്റനാണ്. അനീഷ് പറയേണ്ട ഉത്തരവാദിത്തമാണ്. അനീഷ് പിന്നെ ഒരുപാട് നേരം പറഞ്ഞു. അത് അനീഷിൻ്റെ ശൈലിയാണ്. മറ്റുള്ളവരെന്തിനാണ് അത് അന്വേഷിക്കുന്നത്? അവർ ഇയാൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ. ക്യാപ്റ്റൻ പറയുന്നത് എന്താണ് അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണ്? അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരരുതായിരുന്നു. ഒരു ബിഗ് ഹൗസിലേക്ക് വന്ന ഡ്യൂട്ടിയുണ്ട്. ഓരോ ഡ്യൂട്ടിക്കും ഓരോ ക്യാപ്റ്റന്മാരെ നിശ്ചയിച്ചിരിക്കുന്നതിനല്ലേ. അപ്പോൾ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൂടി അങ്ങ് ഡിവൈഡ് ചെയ്ത് മീറ്റിംഗ് കൂടി അങ്ങ് ഡിവൈഡ് ചെയ്ത് ചെയ്താൽ പോരെ. ഒരു ക്യാപ്റ്റനെ നിശ്ചയിച്ചിരിക്കുന്ന ക്യാപ്റ്റനാണ് ഇത് പറയേണ്ടത്. പറയുന്നതിനൊരു മര്യാദയുണ്ട്. ഒരുപാട് ബിഗ് ബോസ് ഷോയിൽ കണ്ട കുറേ ആൾക്കാരൊക്കെ വന്നെന്ന് റിവ്യൂ ഇടുന്ന ഞാൻ കണ്ടു. ഷോയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കോമൺ സെൻസോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അയാൾ ഒരു ദ്രോഹം പറഞ്ഞില്ല, ഒരു മോശക്കേട് പറഞ്ഞില്ല. അതില പാത്രം കഴുകാതില്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈച്ച വരുന്ന അതിൽ അത് കഴുകുക, അല്ലെങ്കിൽ ഞാൻ പോയി കഴുകി വെക്കട്ടെ എന്ന് ചോദിച്ചു. ലാസ്റ്റ് ഇവർ കഴുകത്തില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു പാത്രം കഴുകുന്നില്ലല്ലോ അതില, ശരി എന്നും പറഞ്ഞിട്ട് ഞാൻ കഴുകിക്കോളാം എന്നും പറഞ്ഞിട്ട് ഇയാൾ വന്ന് പാത്രം കഴുകാനായിട്ട് കിച്ചണിൽ പാത്രം കഴുകാൻ തുടങ്ങിയതും ഈ ആദില എന്ന് പറയുന്ന പെണ്ണ് ഓടിപ്പോയിട്ടാ. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. വളരെ മോശം. ഇതിനെയൊക്കെ എപ്പോഴേ അടിച്ച് പുറത്ത് ജനങ്ങൾ കളയണമായിരുന്നു. ഇത്രയും വൾഗറായിട്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു സംസാരം, ബിഹേവിയറുള്ള ഒരു വ്യക്തികൾ അവിടെ ഉണ്ടായിട്ടില്ല, ഉള്ളത് പറയാലോ. പഴയ റിയാസ് അലീം പോലും ഇത്രയും മോശമായിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ അവൻ്റെ വായും തെറിയുന്നു. ഇവരുടെ വായിന്ന് ഇഷ്ടം പോലെ തെറിയാണ് വരുന്നത്. പല അത് നൂറ പറയുന്നുണ്ട് നീ ഇങ്ങനെ തെറി വിളിക്കാതിരിക്കുന്നത്. കാരണം അത് മ്യൂട്ട് ചെയ്യാണ്. ബിഗ് ബോസ് അവർക്ക് വേണ്ടി ഫേവർ ചെയ്യാണ്. വന്ന് അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് ദൂരെ എറിഞ്ഞ് അനീഷിൻ്റെ തലേണിയും പില്ലോ ഇട്ടിട്ട് ചവിട്ടുന്ന സ്ഥലത്ത് ആ കിച്ചൻ്റെ അവിടെ കൊണ്ടുവന്ന് ഒരൊറ്റ ഏറെറിഞ്ഞ് അത് ഓടിപ്പോയി ഷാനവാസ് എടുത്തിട്ട് ഇവൾ ഓടി വന്നിട്ട് അനീഷിൻ്റെ കയ്യിലിരുന്ന സ്പൂൺ അടിച്ച് കളയുവാണ് താഴോട്ട് അടിച്ച് കളഞ്ഞിട്ട് അങ്ങേരെ കയ്യിൽ നിന്ന് വെപ്രാളപ്പെട്ട്
ഇട്ട് വെള്ളവും തെറിപ്പിച്ച് അങ്ങനെ ദേഹത്ത് വെള്ളവും തെറിപ്പിച്ചിട്ട് ആ പാത്രം അങ്ങനെ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാണ്. ഇതൊക്കെ എന്താണ്? ഇത് തിരിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇതൊരു അനീഷാണ് തിരിച്ച് ആ സ്ത്രീയോട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ആരെങ്കിലും അനീഷിൻ്റെ കൂടെ ഇതിപ്പോൾ അനീഷ് തന്നെ ഒറ്റപ്പെടുകയും ചെയ്തു. എല്ലാവർക്കും ആദിലെ ആർക്കും കുറ്റം പറയാൻ ബുദ്ധിമുട്ട്. ആദിലെ നൂറയെ എന്തോ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആവും എന്നുള്ളൊരിത്. ലാസ്റ്റ് അവളത് കളഞ്ഞിട്ട് പോയിട്ട് വീണ്ടും അത് അനീഷ് ആ പാത്രം കഴുകുകയാണ്. അവൾ കളഞ്ഞിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ അവൾ എടുത്ത് കളയുമ്പോഴും കഴുകിയിട്ട് വീണ്ടും അവൾ വന്ന് പിടിച്ച് പറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ തിരിച്ച് ആടുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതെന്തൊരു കാർഡ് കളിക്കുന്നു? ഇത് പുരുഷന്മാരെ എന്തും പറഞ്ഞാലും ഇവിടെ ഒരു ആരും ചോദിക്കാനും പറയാനും ഇല്ലയെന്ന് ഇവിടെമാർ ആരാന്നാണ് വിചാരിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുവാണ്. നമ്മളിപ്പോൾ അത് എല്ലാവരും കൂട്ട്. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമുക്ക് ഇറിറ്റേറ്റഡ് ആവുകയാണ്. നമുക്കൊരു ഗെയിം കളിക്കുമ്പോൾ ഒരാളിനോട് മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇവൻ ആരാണ്, ഇയാൾ പോട മണ്ടൻ മറ്റേത് മറിച്ചത്, എന്നിട്ട് ഇവന്മാർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരുത്തി പറയുന്നു, ഒരു പെണ്ണ് പറയുന്നു, നൂറ പറയുന്നു, നീ അങ്ങനെ തെറി വിളിക്കരുത്, നീ ഞാൻ തെറി വിളിച്ച ബേബി, അയാൾ എന്നെ അങ്ങനെ